നമ്മുടെ ആഞ്ചലിനൊക്കെ ഒരു ജലദോഷപ്പനി മരുന്നിന് പോയി തിരിച്ചു വരുന്ന വഴിയാണ് പുള്ളിക്കാരത്തിന്റെ കണ്ണിൽ ഇതങ്ങ് ഉടക്കിയത്. അല്ലെങ്കിലും പാർക്ക് കണ്ടാൽ പിന്നെ പിള്ളേരെ പിടിച്ചു കെട്ടാൻ പറ്റില്ലല്ലോ. പുള്ളിക്കാരത്തെ നേരെ പാർക്കിന്റെ അകത്തേക്ക് ഓടിക്കേറി. പിന്നെ ആഞ്ചലീന പാർക്കിലൊക്കെ പോയി കളിച്ചിട്ട് കുറച്ച് നാളുകളായി. അപ്പോൾ പിന്നെ ഞാനും കരുതി കുറച്ച് നേരം അങ്ങ് ഓടി കളിക്കട്ടെ എന്ന്. അല്ലെങ്കിലും ഈ കുട്ടികൾ കൂടുതലായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്നത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും പിന്നെ അവരുടെ ബോൺസ് എല്ലാം കൂടുതൽ സ്ട്രെങ്തനിങ് ആവാനും സഹായിക്കുമെന്നാണ് പറയുന്നത്. ഞാനല്ലോ ഇതിനെപ്പറ്റി പഠിപ്പും വിവരമുള്ള ആൾക്കാർ. ഈ പാർക്കിൽ പോയി കുട്ടികളുടെ കളി കാണുമ്പോൾ അറിയാണ്ടെങ്കിലും ഒന്ന് ആഗ്രഹിച്ചു പോകും ഇതിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയാൽ കൊള്ളാന്ന്. നമ്മുടെ കുട്ടിക്കാലത്ത് പാർക്കിലൊരു തേങ്ങ ഉണ്ടായിരുന്നില്ല, ആകെ ഊഞ്ഞാലുണ്ടായിരുന്നു, പിന്നെ കയറിയിട്ട് തീട്ടിറങ്ങുന്ന സാധനം. ഇപ്പൊ എന്തൊരു സാധനങ്ങളാ, കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് പോയാ. എന്തായാലും നമ്മുടെ ഫോർട്ടുചി പാർക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ആഞ്ചലീന പരമാവധി എല്ലാ സാധനത്തിലും അങ്ങോട്ട് കയറി ഇറങ്ങി എക്സ്പ്ലോർ ചെയ്തു. പുള്ളിക്കാരത്ത് ഭയങ്കര ഹാപ്പി. അത് കണ്ടപ്പോൾ നമ്മളെ ഹാപ്പി. ഇതിൻ്റെയൊക്കെ ഇടയിൽ പുള്ളിക്കാരത്തേക്ക് വന്ന പനി എങ്ങോട്ട് പോയെന്നൊരു പിടുത്തമില്ല. ഇതറിഞ്ഞെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. വെറുതെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിച്ച് സമയം കളഞ്ഞു. പോട്ടെ. അങ്ങനെ പാർക്കിൽ നിന്ന് ഇറങ്ങി ഒന്ന് കാറ്റോളാൻ വേണ്ടി നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയി. ദേ ചീനവല. അങ്ങനെ കാറ്റും കൊണ്ട് കുറച്ചു നേരം കാഴ്ചകളെല്ലാം കണ്ട് അവിടെ അങ്ങോട്ട് കറങ്ങി നടന്നു. അപ്പോഴേക്കും നമ്മൾ കുറച്ച് ടയേർഡായി. സോ നേരെ ഇനി ചായ കുടിക്കാൻ വേണ്ടി പോവാം. നമ്മുടെ ഫോർട്ടുചി വാട്ടർ മെട്രോയുടെ ഓപ്പോസിറ്റുള്ള ഒരു കുഞ്ഞു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് സൂപ്പർ ചായ. തിരിച്ചു വരുന്ന വഴിയാണ് ഒരു മതാമച്ചെടുത്ത് എന്തോ കാര്യമായിട്ട് ഫോട്ടോ പിടിക്കുന്നത് കണ്ടത്. വണ്ടി നിർത്തി നോക്കിയപ്പോൾ ഇതാണ് സാധനം. കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള കുറച്ച് കൗതുകം തോന്നുന്ന ഒരു തരത്തിലുള്ള പൂവാണോ കായാണോ എന്നറിയില്ല, പക്ഷെ മരം നിറച്ചുണ്ട്, കുറച്ച് മുള്ളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫോട്ടോസിൽ ഇപ്പൊ പലയിടത്തും കാണാട്ടോ ഈ ഒരു പൂവ്. അങ്ങനെ കാഴ്ചയെല്ലാം കണ്ട് ഇനി നേരെ വീട്ടിലേക്ക്. അപ്പൊ ബൈ.